ബീഫല്ല ഏതെങ്കിലും ഇറച്ചി കൈവശം വെച്ചു അല്ലെങ്കിൽ വെച്ചു എന്ന് സംശയം തന്നെ തോന്നിയാൽ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം തല്ലിക്കൊല്ലുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ യാഥാർത്ഥ്യമാണ്. അത് എണ്ണിപ്പറയാവുന്ന കേസുകൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സിനിമയില്ല. അതായത് ആ നിലയ്ക്ക് മനുഷ്യൻ്റെ ജീവന് വിലകൽപ്പിക്കാതെ തല്ലിക്കൊല്ലുക. അത് കൂടെ കളിച്ചവരും പഠിച്ചവരുമായിട്ടുള്ള ആളുകൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇറച്ചി ഇരിപ്പുണ്ട്, ബീഫ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി കണ്ടെടുത്ത ഇറച്ചി, അത് ആ കാര്യം പറയരുത് എന്നുള്ളത് തന്നെയാണ് സത്യം. ശരിക്കും അങ്ങനെ അത് ഇറച്ചി ഏതായാലും എന്താണ് തല്ലിക്കൊല്ലാമോ എന്നുള്ള പ്രശ്നം നിലനിൽക്കെ തന്നെ ഈ കണ്ടെടുത്തൊന്നും ബീഫിൻ്റെ ഇറച്ചി ആയിരുന്നില്ല എന്നുള്ള വസ്തുത കൂടെയുണ്ട്. പെരുന്നാളിന് മേടിച്ച് വെച്ച ആട്ടിറച്ചി കണ്ടിട്ട് അത് ബീഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ആളെ തല്ലിക്കൊന്നിട്ടുണ്ട് ഈ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനെക്കുറിച്ച് സിനിമയില്ല. പകരം എന്താണ് ഇവിടെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടാക്കുക. പിന്നെ ഇയാൾ പറഞ്ഞു, ഇതിൻ്റെ സംവിധായകരും നിർമ്മാതാവും ഒക്കെ പറഞ്ഞു ഇത് കേരളത്തെക്കുറിച്ചല്ല എന്ന് പറഞ്ഞു. പിന്നെ താനൊക്കെ എന്തിനാണോ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കേരള സ്റ്റോറിയിൽ നിന്ന് വേറിട്ടിരിക്കുന്നത് എന്നല്ലേ ചോദിക്കേണ്ടത്. എന്തിനാണ് കേരള സ്റ്റോറിയിൽ നിന്ന് വേറിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളമല്ല, പിന്നെ കേരളത്തിന് എന്താണ് അതിനകത്ത് കേരള എന്നുള്ള പേരിന് അതിൽ സാങ്കത്യം? അപ്പോൾ അത് മാത്രമല്ല, അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു 37 സ്ത്രീകളെ എവിടുന്നോ കൊണ്ടുവന്ന് അവിടെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്നാണ് പേര്. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള കാര്യമില്ല. ആ അണിനിരത്തിയിരിക്കുന്നവരിൽ കേരളത്തിൽ. അപ്പോൾ എന്താണ് കേരളത്തിനെതിരായ വിദ്വേഷ പ്രചാരണം എന്നുള്ളത്? അത് വളരെ ആ പ്രൊപ്പഗൻഡ എന്താണ്? കേരളത്തിന് വെളിയിൽ കേരളത്തിനെതിരെ അതിശക്തമായ വിദ്വേഷ പ്രചാരണം നടത്തണം. അതിന് കാരണമുണ്ട്. ഇവിടെ കേരളത്തിലേക്ക് ധാരാളം നോർത്ത് ഇന്ത്യൻ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് കേരളം ഗംഭീരമായ സ്ഥലമാണ് കേട്ടോ എന്ന് നോർത്ത് ഇന്ത്യയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവിടുത്തെ മോർട്ടാലിറ്റി റേറ്റിന്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചും ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസിയെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഇവിടുത്തെ സ്കൂളുകളെക്കുറിച്ച്, ഇതെല്ലാം ഇവിടുത്തെ ശുചിത്വത്തെക്കുറിച്ച് ഒക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ വാട്ടർ മെട്രോയിൽ തന്നെ എല്ലാ നോർത്ത് ഇന്ത്യൻ വ്ളോഗേഴ്സും കയറിയിട്ടുണ്ടാകും ഇപ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള ഈ വ്ളോഗുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നതിനെ തടയാൻ, അല്ലെങ്കിൽ ഇതല്ല ഇത്രയും നിറച്ചാർത്തുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വശമുണ്ട്. അവിടെ ഇങ്ങനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിക്കുകയാണ് മറ്റേ ലവ് ജിഹാദിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ലവ് ജിഹാദ് നടത്തി മതം മാറ്റി വഞ്ചിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, പക്ഷേ ഇതുകൂടി ഉണ്ട് എന്ന് അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട നോർത്ത് ഇന്ത്യക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവരാലോചിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോൾ BJP ഭരിച്ചിട്ടില്ല കേരളത്തിൽ ഇതുവരെ BJP ഭരിക്കാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരത്തിലേക്ക് ഈ സംസ്ഥാനം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രശ്നമാണ്.